മോളെ കട്ടൻ എവിടെ? എത്ര സമയം പറഞ്ഞിട്ട്? എനിക്ക് അക്ഷയ പോയിട്ട് ഒരുപാട് പണിയുണ്ടെന്ന്. 2 ക്ലാസ് എടുത്തോട്ടോ. വേണുവിനും വേണോ? വേണോ? കഴിഞ്ഞ് പറഞ്ഞ പൈസ ഉണ്ട്. പിന്നെ ഇതിന്റെ പെണ്ണുങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ. ഇത് ടൂറിന്റെ പേരും പറഞ്ഞ് കുത്തി കലക്കിക്കാളുന്നതിലാണ് എനിക്കൊരു വിഷമമുള്ളത്. അതെന്താണെന്നറിയോ മൂന്ത? ടൂറ് പോവാന്നൊക്കെ പറഞ്ഞ കുട്ടികളുടെ ആഗ്രഹമല്ലേ? കട ആയാലും വേണ്ടിയില്ലെന്ന് വെച്ച് അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അത് ശരിയാണ്, കുട്ടികളുടെ ആഗ്രഹമാണ് ടൂറിന് പോകണം. 2 ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ടൂറിന് പോകണം എന്നുള്ള ഒരേ ഒരു വാശി. എനിക്കാച്ചാ ഒരാഴ്ചയായിട്ട് പണിയില്ല. ഇതെന്ത് പറ്റി? ഇനി പറഞ്ഞ തന്നെ ഇവിടുത്തെ പ്രശ്നം. ഒരാഴ്ച ഇവിടെ കയറി പൊട്ടിക്കാ ടൂറിന് പോകണം പറഞ്ഞു. അപ്പൊ ഇവിടെ പോകുന്നില്ല ടൂറിന്? ഞാൻ പറഞ്ഞിട്ട് ഇവിടെ പോകും. വേണു 42 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് കിട്ടിയ മോളാ അത്. ഇവളെ അമ്മ ഇവക്ക് 4 വയസ്സുള്ളവർ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദുബായിക്ക് പറഞ്ഞത്. അനക്കെന്തെങ്കിലും കഥ അറിയോ? അച്ഛൻ എപ്പോഴും മെഡിക്കൽ കോളേജിൽ 42 ദിവസത്തെ കണക്കേ പറയാനുണ്ടാവുള്ളൂ. അമ്മ സമ്മതിച്ചാണല്ലോ, പൈസയും തന്നതല്ലേ, പിന്നെന്താ? മോളകത്തേക്ക് ഓയിക്കോ. പിന്നെ അവിടെ തിരിച്ചടിക്കാം. ഒന്നല്ലോ ഞാൻ എടുത്ത് തലയിൽ വെച്ച് നോക്കുമ്പോ പെണ്ണ് തിരിച്ചടിക്കായിരുന്നു. ആണ്. പിന്നെ വേണു, എനിക്ക് എന്നോടൊന്ന് പറയാനുള്ളത്, പ്രായം തികഞ്ഞ പെൺകുട്ടികളാ. അതൊക്കെ ശരിയാ. എനിക്കൊരു മോളല്ലേ? ഈ ടൂറിന്റെ പേരും പറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും പല പരിപാടി ഒപ്പിക്കും. എന്ത് പരിപാടി? എന്ത് പരിപാടിയെന്നോ? എടുത്ത് അതൊന്നും അല്ല, ഈ ലഹരി, ബിയർ, പിന്നെ നമ്മളെ നാവിന്റെ അടിയിൽ വെക്കുന്ന MDMO, എന്താ അത്? MDMA. അത് തന്നെ. അങ്ങനത്തെ പല പരിപാടി ഉണ്ടാവും. അത് പേടിച്ചിട്ടാ ഞാൻ മോളെ പറഞ്ഞേക്കാത്തത്. മനസ്സിലായി എനിക്ക്? അല്ല, ആദ്യം 1-2 കുട്ടികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാരെയും അടക്കി പറയുന്നത് ശരിയില്ലല്ലോ. എന്റെ മോളെ വിഷമം മനസ്സിലാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നിന്റെ മോളെ വിഷമം ഇനി മനസ്സിലാക്കണമോ? എന്താ? എന്റെ മോള് ടൂറിന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പൈസ എടുത്തത്. അല്ലാണ്ട് എന്നെ ഉപദേശിക്കാനുള്ള ഫീസായിട്ട് തന്നല്ല. ഞാൻ പൈസ കൊണ്ടിട്ട് പിന്നെ വേറൊരു കാര്യം, ഈ രാവിലെ തന്നെ വരെ എന്നെ ഉപദേശിക്കുന്ന പൈസ കൊണ്ടു വേണല്ലോ. വേണ തന്നെയാണ്. മാഷേ, ഇത് എങ്ങോട്ടാ രണ്ടാളും കൂടി? ഞങ്ങൾ അങ്ങാടിയിലേക്കാ. ആണോ? ഞാനുണ്ട് മാഷേ. എനിക്ക് അക്ഷയ പോയിട്ട് ഒരുപാട് കാര്യം ശരിയാക്കാനുണ്ട്. വേഗം വന്നാലേ കൂട്ടം പറഞ്ഞു പോവാലോ. ഒറ്റ മിനിറ്റ്, ഞാൻ കാര്യം എടുത്തട്ടെ. മോളെ, അച്ഛൻ വന്നതിന് സിനിമയ്ക്ക് പോവാ. ഭക്ഷണം പുറത്തുനിന്നാക്കുകയും ചെയ്യാം. ഇയാൾ അവിടെ തന്നെ നിൽക്കുക. അല്ല മുന്താ, രാവിലെ തന്നെ എന്താ അക്ഷയൽ കൂടുന്നേ? ഒന്നും പറയണ്ട മാഷെ, ഞാൻ ഇതുവരെ ഭാര്യന്റെ മോളിൽ പേര് കാർഡ് ചേർത്തില്ല. ഇതുവരെ ഞാക്കില്ല. ഇല്ല, ഞങ്ങൾ റേഷൻ വാങ്ങില്ലല്ലോ. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം റേഷൻ നിർബന്ധമുണ്ടോ? റേഷൻ വാങ്ങണ്ടല്ലോ. അതെ. ഇതെന്താ ചൊറാന്നറിയോ? ഈ അക്ഷയ പോയിട്ട് ഈ ഫോൺ നമ്പർ ഏറ്റെന്തോ ലിങ്ക് ചെയ്യണം. മൊബൈൽ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്യണം. അത് മാത്രല്ല, ഇപ്പോഴത്തെ നിയമമൊക്കെ മാറിയില്ലേ? പെണ്ണുങ്ങളെ പേരിലാകുമ്പോലെ കാർഡ് ആണല്ലോ. ആണുങ്ങൾക്കൊന്നും ഒരു വിലയില്ലാന്ന്. എവിടെ വില ഉണ്ട്? നമ്മൾ ഈ മീശം വെച്ച് ആണുങ്ങൾ അറിഞ്ഞ എന്തിനാ നടക്കുക? ഞങ്ങളെ മീശ പിടിച്ചാലാണ്ടിട്ടോ. അന്റെയോ? എന്റെ മീശ അവിടെ തന്നെ നോട്ടെ. അല്ല, മാഷ് എന്നോട് ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടാളും എന്താ രാവിലെ തന്നെ അങ്ങാടിയിലേക്ക്? കുട്ടികളൊക്കെ ടൂറ് പോവല്ലേ? നിങ്ങളെല്ലാരും ടൂറിന്റെ ജഗപോകനാണല്ലോ. എന്തൊക്കെയോ സാധനം അങ്ങാടിയിൽ നിന്ന് വാങ്ങാണ്ടും പോലെ ഇതൊന്നും വരവില്ലല്ലോ. ചെലവല്ല ചെലവാ. ഒരു തെങ്ങിന്റെ മുകളിൽ ഒരു തേങ്ങ വീണാ പെറുക്കി കൂട്ടാ വില കിട്ടോ? മാഷ എപ്പോഴത്തെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ല, അധിക കുട്ടികളും അതല്ലേ ഞാൻ എന്റെ മോളെ വരച്ച വരയിൽ നിപ്പിക്കുന്നത്. മോൾ ടൂറിനല്ലേ? അല്ല മാഷ, നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിക്കില്ല. പെൺകുട്ടികളാണ്, കണ്ണ് മുക്കൊണ്ട് നടക്കണോ? കണ്ണ് തെറ്റിയാൽ മതി ഓരോരുത്തരമാര് വല വീശി പിടിച്ച് ലഹരി കരിയർ ആക്കിക്കാളൂ. അങ്ങനത്തെ കാലഘട്ടാത്. നിങ്ങൾ വാർത്തയൊന്നും കേൾക്കുന്നില്ലേ? പിന്നൊരു കാര്യം, ഇന്റെ മോള് ടൂറിന് പോകുകയല്ല, ഞാൻ പറഞ്ഞയക്കില്ല. ഞാൻ അങ്ങോട്ട് മാറാറുണ്ട്. എനിക്ക് അക്ഷയ പോണോ? മൂന്നാ നിക്കവിടെ. നിക്കവിടെ. പിന്നെ എന്റെ പെണ്ണുങ്ങൾ അടുത്ത മാസം വരും. ഞങ്ങൾ കാറ് വാങ്ങും. ഞാനും മോളും ഓളും കൂടി ടൂറിന് പോകും. ഹലോ അലീന. പറയടാ. എന്റെ അച്ഛൻ ബ്രോ ഫുള്ള് സീനാണോ? എന്തേറ്റി? എന്നെ ടൂറിന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെയ്യില്ലെങ്കിലാണ് ഒരു പരിപാടി നടക്കൂലടാ. പിന്നിപ്പോ എന്താടാ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഈ വിജയമാഷ് വിളിച്ച് കാര്യം പറ. സാറെല്ലാം സെറ്റാക്കൂ. ഞാൻ ഇപ്പൊ തന്നെ വിജയൻ സാറിനെ വിളിക്കാം. ഓക്കെ മാഷ, എമ്പള് രക്ഷിതാക്കൾ മര്യാദക്ക് നിന്നിക്കില്ലെങ്കിൽ കുട്ടികൾ വളഞ്ഞ ബൈക്ക് പോട്ടോ. ഉറപ്പല്ലേ? ചെക്കനടപ്പേ ഫോണത് ആട് പിണ്ണാക്കുന്നാര് ഫോണ് തിന്നുന്ന. ഓൺലൈൻ ക്ലാസ്സിലായി. നല്ല ഓൺലൈൻ ക്ലാസ്സാ. ഭയങ്കര. അപ്പുറത്തെ തലക്കിൽ ഏതെങ്കിലും കോഞ്ഞാട്ട പെണ്ണയക്കൂ, ഓന്റെ ഫോണ് പിടിച്ച് പരിശോധിച്ചേക്കാണ്ടി. അയ്യയ്യേ, ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഓനെ വളർത്തണേ. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടാ ഞാൻ എന്റെ മോളെ വളർത്തുന്നത്. ഇന്റെ മോളെ ഫോണിൽ ഒരൊറ്റ ആൺകുട്ടികളെ നമ്പറില്ല മാഷേ. ഇങ്ങോട്ട് വളർന്നു. അല്ല, മാഷോടെ ലോനോടാ വാ, നടക്ക്. എനിക്ക് അക്ഷയ പോണോ? വാ.
മാഷേ പക്ഷേ തിരക്കുണ്ടല്ലോ വിചാരിക്കല്ലേ? ഉണ്ടാവില്ല, 11 കഴിഞ്ഞിട്ടല്ലോ. 11 കഴിഞ്ഞോ? ആ 11 കഴിഞ്ഞ്. ആ സുധനല്ലത് എന്താ വേനപ്പളെത്തിയേ? നിങ്ങൾ ആരോട് ചോദിക്കുന്നു മാഷെ? ഇതൊന്നും ഞാൻ നോക്കല്ല. ഇവനെ 2 തട്ട് വീടെടുത്തപ്പോ വലിയ കുളൂസാ. ഞാൻ മൈൻഡ് ചെയ്യലവനൊന്നും. ചെറുപ്പത്തിലെ നേന്ത്രപ്പഴം തിന്നണ ഒരു ശീലുണ്ട്, അതൊന്നും ഇപ്പോഴും വിട്ടില്ല കേട്ടോ. ഇവനല്ലേ കേരള മാഷ വായത്തോട്ടത്തിൽ നിന്ന് നേന്ത്രപ്പായം കട്ടത്തിൽ മാഷ് തലക്കുത്തിക്കളഞ്ഞ്. ആ സൂതാ തോതേ അത് മീനല്ലേ? എപ്പോഴെത്തിയേ? 1 മാസമായി. എന്നാ പോന്നത്? 1 മാസം കഴിഞ്ഞിട്ട് പോകും. ഈ എനിക്ക് വേണ്ട സാധനമൊക്കെ ഫിറോസിന്റെ പീടിയ പോയി വാങ്ങിക്കോ. പിന്നെ ബ്രാൻഡഡ് ഒന്നും വാങ്ങണ്ട, വില കുറഞ്ഞെടുത്താൽ മതി. ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ? ആ അല്ലടാ ഈയൊക്കെ പറഞ്ഞ ചാക്കുവിനോ സൂചി വിലയായിക്കല്ലോ. അതെ, ഞാൻ ഷാർജയിലായിരുന്നല്ലോ. അവിടെ ഭയങ്കര ടൈറ്റ്, ഭയങ്കര പണി. ഞാൻ അവിടെ നിന്ന് മാറി നേരെ മസ്കറ്റിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ചൂട്, ഭയങ്കര പണി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ദുബായിക്ക് വിട്ടു. അല്ലടാ മുതാ, എന്റെ ഭാര്യയും ദുബായിലല്ലേ? എന്റെ പെണ്ണുങ്ങൾ ദുബായിലാ. നിങ്ങൾ തമ്മിൽ കാണലുണ്ടോ? കാണലുണ്ടോന്നോ? ഡാൻസ് പരിപാടിയല്ലേ അത് മാഷെ ഓക്ക് ഇവിടുന്ന് ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കൊക്കെ ഒരുപാട് സമ്മാനം കിട്ടുന്നല്ലേ? എനിക്കറിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് പരിപാടി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കലാതിലകാ ബാറിലാണല്ലോ കലാതിലകം. ഇനി വരുന്നത്? ഞാൻ ടൗണിന്ന്. അശോമാഷേ, മോള് നാളെ ടൂർ പോകാണല്ലോ. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഓക്ക് വേണ്ട സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ടോ, ചെറിയ ചെറിയ കച്ചവടക്കാരാണല്ലോ. ഓർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചില്ലറ സാധനം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച. അതൊന്നും ഓളിട്ട് ഉപയോഗിക്കുകയില്ല. ഓള് വലിച്ചെറിഞ്ഞാളൂ. എന്താ കൊളൂസ് നോക്ക്. ജയമാഷല്ലേ വരുന്നത്? നമസ്കാരം മൂന്നേട്ടാ. നമസ്കാരം. അല്ല ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ ഈ കുട്ടികളെ ടൂറിന് കൊണ്ടുപോകണ തിരക്കിലാ. ബസ്സൊക്കെ ബുക്ക് ചെയ്യണ്ടേ? ശരിയാ. പിന്നെ നിങ്ങളെ കാണൊരു അത്യാവശ്യമുണ്ട്. ആണോ? എന്താ പക്ഷേ? മൂന്നേട്ടാ, കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അത് സാധിച്ചു കൊടുത്തേക്കണം. മൂവേ, ഇത് സിദ്ദിഖ് ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗല്ലേ? ഫേമസ് ഡയലോഗാ. ഞാൻ ആ സിനിമ ഒന്നും കണ്ടിട്ടില്ല. അതന്നെയാ അത്. മാഷൊന്നും മിണ്ടാണ്ട് മൂന്നേട്ടാ. ഈ പഠനയാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നോട് വെച്ചിട്ട് എന്താ? അത് ഇങ്ങേക്കല്ല അറിയൂ. അതായത് പഠിപ്പും വായനയ്ക്കും ഒപ്പം കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ച. കുട്ടികൾ പ്രബുദ്ധരായി വളരട്ടെ. വളരട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് മൈസൂർ കൊട്ടാരം ഞങ്ങൾ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നത്? അതാവുമ്പോ അവരുടെ ഭാവന വർദ്ധിക്കും, അറിവ് വർദ്ധിക്കും, അവർക്ക് കറക്റ്റ് വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. എന്റെ മോക്ക് അങ്ങനെ നല്ല പിക്ചർ വേണ്ട. അങ്ങനെ പറയല്ലേ മൂന്നേട്ടാ. മോളെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട. ട്രിപ്പ് പോണ വിജയമാഷ നേതൃത്വത്തില. മോളെ സേഫ് ആയിട്ട് കൊണ്ടുപോയി സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കും. അതിന്റെ ഉറപ്പാണ്. എന്റെ ഉത്തരവാദിത്തല്ലേ അത്. പിന്നെ പെൺകുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം 5 ലേഡീസ് സ്റ്റാഫിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തു. പിന്നെ മുകുന്ദേട്ടാ, നിങ്ങൾക്ക് പൈസേന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കുട്ടികൾ ലോകം കണ്ട് വളരട്ടെ എന്ന്. ഓളെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റ്. നമസ്കാരം. പാലക്കാട് നിന്ന് ഏറെ നടുക്കുന്നൊരു വാർത്തയാണ് ഈ സമയം പുറത്തു വരുന്നത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ വടക്കഞ്ചേരിയിൽ വാഹനാപകടത്തിൽ 9 പേർ മരിച്ചു. ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പിന്നിലിടിച്ചായിരുന്നു അപകടം. എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? അതിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? 5 വിദ്യാർത്ഥികൾ, ഒരു അധ്യാപകൻ എന്നിവരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അമിത വേഗതയിലാണ് ടൂറിസ്റ്റ് ബസ് വന്നിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുകുന്ദ, ഇതാര് വേണോ? എന്തായി? ഇന്നലെ വാങ്ങിയ പൈസ തിരിച്ചു തരാൻ വേണ്ടി വന്ന. എന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞോ? എന്തായാലും കേറിയിരിക്കി. അത് അടുത്ത ടീം വരുന്നു. മോളെ, ധാരിക്കാ വരുന്നത് നോക്ക്. നമസ്കാരം. നമസ്കാരം. നമ്മളെ ടൂറിന്റെ ബസ് എത്ര മണിക്കാ പുറപ്പെടുന്നു? അപ്പൊ മൂന്നേട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എല്ലാം ഞാൻ അറിഞ്ഞേക്ക്. നിങ്ങൾ ടൂറിന് കൊണ്ടുപോയാലും കുട്ടിക്ക് ഇതേ അവസ്ഥയിലുണ്ടാകുക. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധ ഉണ്ടോ? മുകുന്ദേട്ട അങ്ങനെ സംസാരിക്കരുത്. എത്രയോ വർഷങ്ങളായിട്ട് കുട്ടികളെ ടൂറിന് കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്കൂൾ അധ്യാപകനാണ് ഞാൻ. അതിലെനിക്ക് അഭിമാനമുണ്ട്. എന്നാലും മാഷേ, ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തരെങ്കിലും ആ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ബസ് ഇത്ര സ്പീഡ് പോവാ. പിന്നെ ഡ്രൈവർ ഒരു പൊട്ടനാണ്. എന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉണ്ടല്ലടാ, അച്ഛനൊക്കെ പറയലേ. ഞാൻ ഇവിടെ ഒരു അധ്യാപകനാ. അശോമാഷേ, ഇത്രയും കുട്ടികളെ കൊണ്ടുപോയി കൊലക്കി കൊടുത്തേ ഓനല്ല പൊട്ടെ. ഓന്റെ കൂടെ കുട്ടികളെ പറഞ്ഞയച്ച നമ്മളൊക്കെയാ പൊട്ടന്മാര്. അത് ശരിയാ, നമ്മൾ പറഞ്ഞാ ശരി. വീണ്ടും ഇനി വർത്താനം പറയരുത്.
ഇനി ഇന്നലെ ഇവിടെ വന്നിട്ട് എന്നോട് പൈസയും വാങ്ങി ഇന്ന ഉപദേശിച്ചോനാ മക്കളെ മനസ്സ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയോ ലഹരി കുത്തിക്കയറ്റി വളയം പിടിക്കുന്ന ഡ്രൈവർമാരായിരിക്കും ഇത്. നല്ല ഡ്രൈവർമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാഷേ, ഇന്നലെ അപകടം നടന്ന ബസ്സിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ബസ് മരണപ്പാച്ചിൽ പായാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. ഇന്നലത്തെ ബസ്സിൽ മാഷ് ഉണ്ടായിരുന്നെങ്കിലേ ഈ കൊണകൊണ ന്യായം പറയാൻ മുറ്റത്ത് ഉണ്ടാവില്ല, ഒന്നായിട്ട് പോകും ഉണ്ടാവുന്നു. അശോക് മാഷേ, മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം വാഹനം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇത്ര സ്പീഡ് എന്ന് എഴുതി വെക്കുന്ന കൂട്ടത്തില് ഈ ഒരു കാര്യം കൂടി എഴുതി വെക്കണം. അതാ IPC 304. അതെന്തിനാ? അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ക്രിമിനൽ മൈൻഡുള്ള ഡ്രൈവർമാരൊക്കെ ഒരു പാഠം പഠിക്കൂ. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എവിടെയൊക്കെയോ എത്തേണ്ട പൊന്നു മക്കളെയാണ് ശ്രദ്ധയില്ലാതെ ഓരോരുത്തർ വണ്ടി ഓടിച്ച് കൊല വിളിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷിതാക്കൾ ഞങ്ങളാ. അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ഒക്കെ ഞങ്ങളാ. അവരുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നതും നിലകൊള്ളുന്നതും. അല്ലേ മാഷേ? പിന്നെ അത് എന്നും അങ്ങനെയായിരിക്കും മാഷേ. ഇമ്പളൊന്നും പഠിക്കുന്ന കാലത്ത് ആരും ഇമ്പളെ നിയന്ത്രിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലേനും. അത് അന്നത്തെ പഠിപ്പിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഗുണം. ഇന്നത്തെ ജനറേഷൻ മാറി, പഠിപ്പും മാറി, പഠിപ്പിക്കുന്ന രീതി മാറി. ചുരുക്കി പറഞ്ഞാലേ എല്ലാം കൂടി തലയും കാലും ഇല്ലാണ്ടായി.